വളരെ അനിവാര്യമായ ഒരു ചികിത്സാ സഹായത്തിനു വേണ്ടി പ്രിയങ്കരനായ എല്ലാവർക്കും അറിയുന്ന അമർ ഷാ നടത്തുന്ന ഈ ഒരു പരിശ്രമം വിജയിക്കേണ്ടതുണ്ട്. അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോക്ക് മുഴുവൻ ആളുകളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട അമർ ഷാ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നെടുമ്പനത്തൂർ പഞ്ചായത്തിലെ പത്തമ്പാടുള്ള ഒരു കുട്ടിക്ക് വളരെ ഗൗരവമായ ഒരു അസുഖത്തെ ബാധിച്ച് തിരുവനന്തപുരം ശ്രീത്ര ആശുപത്രിയിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50 ലക്ഷം രൂപ ചിലവ് വരുന്ന ഈ ചികിത്സയ്ക്ക് അമർ ഷാ നേരത്തെ കൊടുക്കുന്ന ഈ സംഘടനയ്ക്ക് നിങ്ങളുടെ എല്ലാവരെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സഹോദരങ്ങൾ, നെടുമ്പനത്തൂർ പഞ്ചായത്തിലെ പത്തമ്പാട്ടുള്ള ഫാത്തിമത്തു സുഹ്റ എന്ന സഹോദരി വളരെയേറെ ഗുരുതരമായ ഒരു രോഗത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ചികിത്സക്ക് വളരെ വലിയ ഭീമമായൊരു തുകയാണ് ആവശ്യമുള്ളത്. ചെറുതൊന്നുമല്ല, 80 ലക്ഷം രൂപയ്ക്ക് മേലെ ഉള്ള തുകയാണ് വേണ്ടത്. ഒരു പാവപ്പെട്ടൊരു കുടുംബത്തിന് എങ്ങനെ ഇത് നടത്താനാകും? അതുകൊണ്ട് നമുക്ക് കൂട്ടായി എല്ലാവരും സഹകരിച്ച് നമ്മുടെ പൊന്നു സഹോദരിയെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അതിനു വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും സഹായ സംവിധാനങ്ങളിലും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും കൂടി നിൽക്കണം, ചേർന്ന് നിൽക്കണം, സഹായഹസ്തങ്ങളുമായി മുന്നോട്ട് വരണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് ആരോഗ്യവതിയായി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ശ്ലാഘനീയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരുടെ കൂട്ടായ്മ ഭഗീരഥ യത്നം നടത്തുന്നു. ആ യത്നത്തോട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. എല്ലാവിധ ആശംസകളും നേരുന്നു. നെടുമ്പനത്തൂർ പഞ്ചായത്തിലെ പത്തമ്പാട് പ്രദേശത്ത് പ്രിയപ്പെട്ട ഫാത്തിമ സുഹ്റ എന്ന പറയുന്ന സഹോദരി MSA അസുഖവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലാണ്. വലിയ ഭീമമായ ഒരു തുക അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. 19 ലക്ഷം രൂപ കളക്ട് ചെയ്യേണ്ട ഒരു അടിയന്തര സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം ശ്രീചിത്ര കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളിലാണ് ഒരു നാട് മുഴുവൻ ഉള്ളത്. തീർച്ചയായും ഈ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ആ പ്രിയപ്പെട്ട സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ട് എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രാർത്ഥനയും സഹായവും ഉണ്ടാകണം എന്ന് വളരെ വിനീതമായി ആവശ്യമാണ്. നമസ്കാരം, ഞാൻ തിരൂർ സബ് കളക്ടർ ദിലീപ് കനിക്കര AS. ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു ഫാത്തിമത്തു സുഹ്റ എന്ന കുട്ടിയെക്കുറിച്ചും കുട്ടിയുടെ വേദനാജനകമായ അസുഖത്തെക്കുറിച്ചുമൊക്കെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുക എന്നുള്ളത് ഒരു സമൂഹത്തിന് തന്നെ ചുമതലയാണ്. അതിനായിട്ട് ഒരുമിച്ച് ഒരു സംഘാടക സമിതിയൊക്കെ രൂപീകരിച്ച് മുന്നിട്ടിറങ്ങുന്ന എല്ലാവർക്കും അഭിവാദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ നാടും സമൂഹവും ഇതിനോട് ചേർന്ന് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു.